ജസ്റ്റ് ടേസ്റ്റ്ലാൻഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുളക് ബജ്ജിയാണ്. എരിവ് കുറച്ച് നല്ല മുളക് ബജ്ജി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇത് എരിവുള്ള മുളകാണ്. ഇത് കുറച്ച് വലിയ മുളകാണ്, എന്നാൽ തന്നെ ഇത് നല്ല എരിവുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എരിവ് കളയുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ കീറി രണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള അരിയൊക്കെ എടുത്ത് കളയണം. നേരെ പകുതിയായിട്ട് കീറിയെടുക്കണം. കീറിയെടുത്തിട്ട് ഇതിനുള്ളിലുള്ള ഈ ഭാഗമൊക്കെ എടുത്തങ്ങ് കളയണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്നും കളയാം. ഇതിനകത്തുള്ള എല്ലാം എടുത്ത് കളഞ്ഞ് ഇതിനകത്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. സ്പൂണിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങ് പോകും. അതിനുള്ളിലുള്ള സീഡെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ എരിവ് ഒട്ടും കാണത്തില്ല. ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എരിവ് കളയുന്നതിന് വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ തുമ്പ് ഭാഗം കുറച്ച് ഭാഗം ഒരു 1/4 ഭാഗത്തോളം ഇത്രയും കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇതിടും. ഇട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ട് വീണ്ടും വെള്ളമെല്ലാം കളഞ്ഞെടുക്കും. ഇതിനകത്ത് ചൂടുവെള്ളം കയറിയിട്ട് ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് ഇതിൻ്റെ എരിവ് നശിക്കും. അങ്ങനെ ഒരു മെത്തേഡുണ്ട്. ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മുളകും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. ഇനി ആ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. എരിവൊന്നും അധികം കാണില്ല, ഒരു നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അതൊരു 1/4 ടീസ്പൂൺ. പെരിഞ്ജീരകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. അത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ, ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ച് വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം ചെയ്തെടുക്കാൻ. മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇതേ പാകത്തിന് കലക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. കറക്റ്റ് പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കണം. ഡിപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് സ്പൂണിൽ മാവ് പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് പാകം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഈ മുളക് ഓരോന്ന് ഈ മാവിൽ മുക്കി ഇടാം. ഓരോന്ന് മാവിൽ മുക്കിയ ശേഷം ഒന്ന് വടിച്ചിട്ട ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് മുക്കിയിട്ട് കൊടുക്കാം.
എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവും, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഫ്രൈ ആയിട്ടുണ്ട്, രണ്ട് സൈഡും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതും ആയിട്ടുണ്ട്, കോരിയെടുക്കാം. ഇനി എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി തട്ടുകടയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് വീട്ടിലും മുളക് ബജി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.